ഗബ്രിയേൽ മെത്രാൻ രാജിവെച്ചു. ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസന മെത്രാൻ ഗബ്രിയേൽ ഗ്രിഗോറിയോസ് രാജിവെച്ച് കടന്നു കളഞ്ഞതായി വിവരം. 2005 മുതൽ കഴിഞ്ഞ 18 വർഷക്കാലം തിരുവനന്തപുരം ഭദ്രാസനത്തിൽ തീവട്ടിക്കൊള്ള നടത്തി പൂന്തു വിളയാടിയിരുന്ന ഈ തീവട്ടി മെത്രാനെതിരെ സഭാധ്യക്ഷൻ അന്വേഷണം പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് രായ്ക്ക് രാമാനം മെത്രാൻ രാജിക്കത്ത് നൽകിയതെന്നാണ് വിവരം. തിരുവനന്തപുരം ഭദ്രാസന സ്ഥാപകനായ ദിയസ്കോറോസ് മെത്രാപ്പോലീത്ത ഉണ്ടാക്കിയ സ്ഥാവര ജംഗമ വസ്തുക്കൾ അന്യാധീനപ്പെടുത്തിയും ഭദ്രാസനത്തിലെ വൈദികരെ പീഡിപ്പിച്ചും വിശ്വാസികളെ പിഴിഞ്ഞും ഇയാൾ കോടികൾ കടത്തി. സഭയുടെ ഭൂമിയിൽ പല പല പേരുകളിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഫാർമസി കോളേജ് ഉൾപ്പെടെ നടത്തുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒന്നും വരുമാനം ഭദ്രാസനത്തിൻ്റെയോ സഭയുടെയോ കണക്കുകളിൽ വരാറില്ല. പാളയം കത്തീഡ്രലിൽ നിന്ന് ലഭിക്കുന്ന കോടികളും ഭദ്രാസനത്തിൽ ഇദ്ദേഹം പിരിക്കുന്ന കോടികളുമെല്ലാം ഇദ്ദേഹം പുറത്തേക്ക് കടത്തുകയാണ്. കോവിഡ് സമയത്ത് മരണപ്പെട്ട ഒരു വൈദികന്റെ കുടുംബത്തിനു വേണ്ടി എന്ന് പറഞ്ഞ് ഇയാൾ കോടികൾ പിരിച്ചിട്ട് അതിലൊരു ചെറിയ ഭാഗം എടുത്ത് ഇദ്ദേഹം അവർക്ക് വീട് പണിത് നൽകുക മാത്രമാണ് ചെയ്തത്. ബാക്കി പൈസ അമുക്കി. ചാത്തന്നൂരിൽ വൃദ്ധ ദമ്പതികളെ ഇദ്ദേഹം കബളിപ്പിച്ച് അവിടെ വൃദ്ധസദനം പണിയും, അവരുടെ അവസാനകാലം നോക്കും എന്ന് പറഞ്ഞ് അവരുടെ കോടികൾ വില വരുന്ന സ്ഥലം ഇദ്ദേഹം കൈക്കലാക്കി അവിടെ ഒരു നൈറ്റ് ക്ലബ്ബ് ഉണ്ടാക്കി സ്ത്രീകളെ അടക്കം കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ്. അവർ ആ സ്ഥലം വിട്ടുകിട്ടുവാനായി ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഭദ്രാസനത്തിന്റെ ഭരണം നിയന്ത്രിക്കുന്നത് തലസ്ഥാനത്തെ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയും പിമ്പും ഇദ്ദേഹത്തിന്റെ ഇടപാടുകാരായ ചില തീവട്ടി പാതിരിമാരും ചേർന്നാണ്. ഇവർ ഈ മെത്രാനെ ഹണി ട്രാപ്പിൽപ്പെടുത്തി പണമെല്ലാം തട്ടിക്കൊണ്ടുപോവുകയാണ് എന്നാണ് വിവരം. വർഷങ്ങളായി ഇവരുടെ കോക്കസാണ് ഭദ്രാസനത്തിലെ ഭരണം നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ കൊല്ലം മെത്രാന്റെ സിൽബന്ദികൾ കൂട്ടത്തോടെ തോൽക്കുകയും ഭദ്രാസന കൗൺസിലിലേക്കും ഭദ്രാസന സെക്രട്ടറി സ്ഥാനത്തേക്കും കളങ്കിതരല്ലാത്ത പുതിയ ആളുകൾ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തതോടെയാണ് മെത്രാന്റെ സകല തട്ടിപ്പുകളും പുറത്തായത്. ഭദ്രാസന സെക്രട്ടറിക്ക് ഭദ്രാസനത്തിൽ ഇതുവരെ ഇരിക്കുവാൻ പോലും ഒരു സ്ഥലം ഈ മെത്രാൻ നൽകിയിട്ടില്ല. എന്തെങ്കിലും ചോദിച്ചാൽ പിമ്പിനെ വെച്ച് വിരട്ടും, തെറിവിളിക്കും. സഭയ്ക്ക് നാണക്കേടാകണ്ടെന്ന് കരുതി അവർ ഇത്രയും കാലം ക്ഷമിക്കുകയായിരുന്നു. ഒടുവിൽ സഹികെട്ടാണ് അവർ സഭാധ്യക്ഷന് നിരവധി പരാതികൾ നൽകുകയും ഒടുക്കം അദ്ദേഹം ഒരു അന്വേഷണ കമ്മീഷനെ കഴിഞ്ഞ ദിവസം നിയമിക്കുകയും ചെയ്തത്. സെനറ്റ് സെക്രട്ടറി ക്രിസോസ്റ്റമോസ് അധ്യക്ഷനായ ഒരു സമിതിയാണ് അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചിരിക്കുന്നത്. അന്വേഷണ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് കാതോലിക്ക ഇറക്കിയ ആ കുറിപ്പ് ഇപ്രകാരമാണ്. നമ്മുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചില പരാതികൾ അവിടുത്തെ കൗൺസിൽ അംഗങ്ങൾ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭദ്രാസന സെക്രട്ടറി മുതലായവർ ചേർന്ന് നമുക്ക് നൽകുകയുണ്ടായി. പ്രശ്നങ്ങൾ അല്പം സങ്കീർണമാണെന്ന് മനസ്സിലാക്കിയതിനാൽ മേൽപ്പറഞ്ഞ പരാതിക്കാരുമായി ഭദ്രാസന മെത്രാപ്പോലീത്തയുടെ സാന്നിധ്യത്തിൽ നാം സംസാരിക്കുകയുണ്ടായി. പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ സാധിക്കാതെ വന്നതിനാൽ പ്രശ്നങ്ങളുടെ വിവിധ വശങ്ങൾ പഠിക്കുവാൻ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആബുവിൻ്റെ അധ്യക്ഷതയിൽ താഴെ പറഞ്ഞവരെ ചേർത്ത് ഒരു കമ്മീഷനെ ഇതിനാൽ നാം നിയമിച്ചിരിക്കുന്നു. 1. CA ജേക്കബ് മാത്യു, ഇന്റേണൽ ഓഡിറ്റർ. 2. ശ്രീ ഷെറി എം പാറേട്ട്, മാനേജിംഗ് കമ്മിറ്റി അംഗം. 3. അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, മാനേജിംഗ് കമ്മിറ്റി അംഗം. 2 മാസങ്ങൾക്കകം കമ്മീഷൻ നമുക്ക് റിപ്പോർട്ട് നൽകേണ്ടതാണ്. 75 വയസ്സ് കഴിഞ്ഞ മാനസികാസ്വാസ്ഥത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ തീവട്ടി മെത്രാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞുപോയാൽ മതി എന്നോർത്ത് തിരുവനന്തപുരം ഭദ്രാസനത്തിലെ വിശ്വാസികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഏത്തപ്പഴം എന്ന് പറഞ്ഞതുപോലെ മെത്രാന്റെ രാജി. ഈ മെത്രാൻ കഴിഞ്ഞ കുറെ കാലമായി പരിമലയിൽ കിടന്ന് തീവട്ടിയുടെ ബൈബിൾ എന്നൊരു രചന നടത്തുകയാണത്രേ. ഈ ആവാസന എഴുതുന്ന പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് ഒന്നുകിൽ ഈ മെത്രാനെയോ അല്ലെങ്കിൽ വിശ്വാസികളെയോ മെളിലോട്ടെടുക്കണേ ദൈവമേ എന്നാണ് അവിടെ പ്രാർത്ഥന. തലസ്ഥാന നഗരിയിലുള്ള ഭദ്രാസനമാണെങ്കിലും സഭയിലെ ഏറ്റവും മോശം നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭദ്രാസനമാണ് തിരുവനന്തപുരം. കാരണം മൂട്ട ചോര ഊറ്റിക്കുടിക്കുന്നത് പോലെ ഭദ്രാസനത്തിൻ്റെയും വിശ്വാസികളുടെയും ചോരയും നീരും ഊറ്റിക്കുടിക്കുന്ന ഈ മലങ്കരമർദ്ദ എന്നറിയപ്പെടുന്ന മെത്രാനെ ഓടിച്ച് കൊള്ളാവുന്ന പുതിയൊരു മെത്രാൻ വന്നെങ്കിൽ മാത്രമേ ഈ ഭദ്രാസനം രക്ഷപ്പെടുകയുള്ളൂ എന്ന് വിശ്വാസികൾ ഒന്നടങ്കം പറയുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.